ഹലോ, ഞാൻ സ്മീ സജി രേവതി ഗോൾഡ് വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാകട്ടെ. ഇതെല്ലാം ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇതൊക്കെ എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ഇതൊക്കെ വേണം. ഞാനും ദൈവം ഉണ്ടെന്നൊന്നും വിശ്വസിക്കാനും പറ്റൂല. എനിക്ക് വേണം കേട്ടോ, എനിക്ക് ദൈവം തരുകയും ചെയ്യണം. ഇതെല്ലാം എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് വായിക്കണത് എനിക്കൊരു മാനസാന്തരം ഉണ്ടാക്കിയ വചനം കേട്ടോ. മത്തായി 7:12. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. യേശുവിൻ്റെ തങ്ക ലിപിയിലുള്ള സുവർണ്ണ കൽപ്പനയാട്ടോ. നിങ്ങൾ എന്ത് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നോ അത് അവന് ചെയ്തു കൊടുക്കാൻ. ഇത് കേട്ടോടുകൂടി എൻ്റെ അത്യാഗ്രഹമൊക്കെ തീർന്നു കേട്ടോ. മറ്റുള്ളവരിൽ നിന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. യേശുവിൻ്റെ എന്ത് രസകരമായ കൽപ്പനകളല്ലേ. ഒരു മനുഷ്യന് എങ്ങനെയായാലും അവൻ്റെ ആർത്തിയും അത്യാഗ്രഹവും അസൂയയും കുശുമ്പും ഒക്കെ മാറ്റി അവനെ ശുദ്ധീകരിച്ച് യേശുവിൻ്റെ സ്വഭാവമാക്കും. അപ്പോൾ വചനം എത്ര മനോഹരമാണെന്ന് നോക്കി. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നീ എന്താഗ്രഹിക്കുന്നോ അത് അവന് ചെയ്തു കൊടുപ്പി. ഇപ്പോൾ ഭയങ്കര രസമാട്ടോ. നല്ല അതിമനോഹരമായ കൽപ്പനകളും നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റിയ നമുക്ക് മാനസാന്തരം തരുന്ന അഴുക്കൊക്കെ നമ്മുടെ പോയി മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ദൗത്യം. അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഞെരക്കെടുപ്പ് സമ്മാനം ഇതൊക്കെ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഫോളോ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നോക്കും. അപ്പോൾ ഇല്ലെന്ന് പറയുമ്പോൾ അയ്യോ നിങ്ങൾ ഇതുവരെ അതൊന്നും ചെയ്തില്ലേ എന്ന് നോക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണേ. അപ്പോൾ പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൽ കൂറണം കേട്ടോ. എന്ന് സ്കീം തീർത്ത് ഇങ്ങനെ സ്വർണ്ണം എടുക്കാൻ വരുന്നവരാണ് എന്നും. അപ്പം ഒത്തിരി പേര് മെയിൽ സ്കീമിൽ കൂടിയായിരുന്നു. അപ്പം മെയിൽ പിന്നത്തെ മെയ് ആകുമ്പോൾ സ്വർണ്ണം എടുക്കാമല്ലോ, 12-ാം മാസം സ്വർണ്ണം എടുക്കാമല്ലോ. അപ്പോൾ ഒത്തിരി നിങ്ങൾ സ്കീമിൽ പങ്കാളികളാകുക. നമുക്ക് ഒരു ചിട്ടി, അത് ഭയങ്കര ബെനിഫിറ്റോടുകൂടി കിട്ടുന്ന ചിട്ടി. ചെറിയ സ്വർണ്ണം മേടിച്ച് വെക്കാന്നേ, ഒരു ലിക്വിഡ് അസറ്റ് നാട് ഓടുമ്പോൾ നടുവേ ഓടാം. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കാളികളാകുക. പിന്നെ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്ത, അതിമനോഹരമായ കുർത്തകളാട്ടോ. ഫസ്റ്റ് തന്നെ ഹാൻഡ് വർക്ക് തന്നെ അടിപൊളി ഒരു കുർത്ത കേട്ടോ. സ്ലബ് കോട്ടണിലാണ്. ഇതിന് ബാക്ക് ഏലൈന അല്ലേ, ബാക്ക് ഏലൈന, ഫ്രണ്ട് പ്രിൻസസ് കട്ടും വെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ബോട്ടും ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ഹാൻഡ് വർക്കും. 1499. ലൈനിങ് ഒന്നുമില്ല കേട്ടോ, സൈഡ് ഓപ്പൺ. ബോട്ടം ചുറ്റും അല്ല, ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയുള്ള പാരലൽ ബോട്ടും. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. നല്ല കുർത്ത കേട്ടോ, നല്ല കളറും. ഇത് നമുക്കിടെ ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ ഈ പാറ്റേൺ. ഇതുപോലത്തെ എണ്ണപ്പോൾ കൊണ്ടൊന്നും തയ്ച്ചിട്ടുണ്ട്. റോസ്നെക്കാണ് മാത്രം, ഷോളോട് കൂടി സെറ്റ്. ഇടുമ്പോൾ നല്ലതാട്ടോ. എത്ര? 1599. സ്മോൾ തൊട്ട് 3X വരെ. അത്യാവശ്യം ഒരു ചെറിയ ഫങ്ഷനൊക്കെ മൽക്കോട്ടനാണ്. നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. കയ്യേൽ വർക്കുണ്ട്, സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കഴുത്തേ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഇങ്ങനെ അത്യാവശ്യം നമുക്കൊരു ഇപ്പം കോട്ടൺ ഇങ്ങനെ പ്ലെയിൻ മറ്റേ ഒഴുക്കൻ അങ്ങനത്തെ തുണിക്കല്ല ഇതിനാ വില. ഇടാനും ഇത് കംഫോർട്ടായിട്ടുള്ളത് കാണുതാനും. 2 കളറുണ്ടല്ലേ. ഇത് മജന്ത അല്ലേ? അതെയോ? ഇതിനിപ്പോൾ എന്ത് പറയും? അതെയോ? ഇത് റാണി മജന്ത അല്ല, റാണി പിങ്കും അല്ലാത്ത കളർ കേട്ടോ. ഫസ്റ്റ് കാണിച്ച കളറേ. നിങ്ങൾ ഫസ്റ്റ് കാണിക്കണേന്ന് എഴുതിയാൽ മതി. ഞാൻ നോക്കിയപ്പോൾ ഇത് 2 നല്ല കളറാണ്. ഇത് ഇച്ചിരി ഒരു ഇത് കറക്റ്റ് കളറാണ്. ഒരു റെഡിഷ് അല്ല, മെറൂൺ അല്ല ഉള്ളിത്തൊണ്ടിൻ്റെ കളറോ? ഇതിന് എന്ത് കളർ? ബ്രിക്ക് കളറോ? അല്ല, ഇതൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കളറാട്ടോ. നല്ല സെറ്റാണ്. 1599 ബാക്ക് ഇങ്ങനെ ഇടുമ്പോഴും നല്ലതാണ്. നമുക്ക് അത്യാവശ്യം ഒരു പരിപാടിക്കൊക്കെ കൊണ്ടുപോയി. ഇപ്പോഴത്തെ അപ്ഡേഷനാണ്. ഇതും
നല്ല ഈ സ്ലബ് കോട്ടണിൽ കൈയൊക്കെ അത് ഇങ്ങനെ ഇതുണ്ട്, കൈക്ക് വർക്ക് കൊടുത്തിട്ടുള്ളതെന്നുള്ളൂ. സൈഡ് ഓപ്പണിൽ സ്ലിറ്റിലൊക്കെ ഈ പീസ് വെച്ചിട്ടുണ്ട്. എല്ലായിടവും വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇച്ചിരി സീക്വൻസ് വർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. വെച്ച ശരിക്കും ഒരു ഫങ്ഷൻ വെയർ ഇച്ചിരൂടെ അതുകൂടെ ചെയ്താൽ ഇച്ചിരൂടെ ലുക്ക് കൂടും. എത്ര? 1199 ഉള്ളൂ. ബോട്ടിൽ ഗ്രീനാണ്. പാൻറ്റ് നല്ല പാൻറ്റ് പാൻറ്റിൻ്റെ അടിയിലും ഉണ്ട്. എൻ്റെ അഭിപ്രായം ഇച്ചിരി സീക്വൻസ് വർക്ക്, ഇങ്ങനെ ഇച്ചിരി ഹാൻഡ് വർക്കും ഇത് തന്നെ ഇതിലെ കയ്യിലും സ്ലിറ്റിലൂടെ അങ്ങ് ചെയ്തു തരാം. അപ്പോൾ ഭയങ്കര ഗെറ്റപ്പ് വരും അല്ലേ? റണ്ണിങ് ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചാണ് ഒരു സീക്വൻസ്. എനിക്ക് ഇഷ്ടമായിട്ടോ ചെയ്യണേ. മീഡിയം തൊട്ട് XXL വരെ കേട്ടോ. ഇത് ഇഷ്ടമുള്ളവരൊക്കെ ചാടി വെബ്സൈറ്റിൽ എടുത്തോട്ടോ, അല്ലെങ്കിൽ ഓൺലൈൻ പിള്ളേരെ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. വാട്സപ്പിൽ ഓർഡർ ഇട്ടിട്ട്. ഇത് റയോണിൻ്റെ, ഈ റയോൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ റയോണൊന്നും അല്ല കേട്ടോ, കൂടിയ റയോണാട്ടോ. ബോട്ട ഇങ്ങനെ എത്ര? 850 ടോപ്പും ബോട്ടും. റയോൺ പിന്നെ ഇങ്ങനെ ചൂടില്ല, കൂളിങ്ങാ. സൈഡ് ഓപ്പണാണ്. മീഡിയം തൊട്ട് 3XL വരെ 850 അല്ലേ? റയോണും ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള റയോണാട്ടോ. $850. നല്ല കളേഴ്സല്ലേ രണ്ട്. പെട്ടെന്ന് എടുത്തോട്ടോ. ഏറ്റവും ചിലവ് കുർത്ത, എല്ലാം ചിലവുണ്ട് കേട്ടോ. നമ്മുടെ ഇതുണ്ടോ, ബാത്തിക്കിൻ്റെ ഷോളാണ്. സോഫ്റ്റ് സിൽക്ക് ഷോളിൽ അറ്റത്ത് മൊഡാലിൻ്റെ സെറി വർക്കുണ്ട്. രണ്ടാം മൊഡാൽ ഷോള് പോലെ സൂപ്പർ സംഭവം. എത്രയാ? 550 രൂപയുള്ളേ. അത് തന്നെ മൊഡാലിൻ്റെ ചുരിദാർ സെറ്റി വന്ന ഷോള്. നല്ല ലുക്കാട്ടോ. അങ്ങനെയൊക്കെ ഷോളെടുത്ത് ഒരു ഫുൾക്കാരിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ പ്ലെയിനിലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ടാൽ, ഷോൾ ഇട്ടാൽ ഭയങ്കരതയുണ്ടോ. അറ്റത്തെ ടാസിൽസും ഉണ്ട്. അടിപൊളി ഷോളുകളാണ്. ഇത് അവരുടെ അടുത്ത് സാമ്പിൾ വന്നാട്ടോ പറഞ്ഞത്. എനിക്ക് കുറച്ചാട്ടം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ പിന്നീട് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വന്നേന്നൊന്ന് പറഞ്ഞോളാം. റേറ്റ് 550. 550. ബ്ലൂ നല്ല അടിപൊളി സംഭവങ്ങൾ. 550 ഉള്ളൂ. നല്ല കളേഴ്സല്ല നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീരും കേട്ടോ. ഈ സ്റ്റോക്കും എല്ലാം കുറേ കളേഴ്സ് ഉണ്ട്. കാരണം എല്ലാവർക്കും തികയുമായിരിക്കും. ഏതെങ്കിലും കളർ കിട്ടണത് എടുത്തോട്ടോ. ബ്ലാക്ക്, പിങ്ക്, അടിപൊളി സംഭവങ്ങൾ. ഇതും കോളറ് വീം വന്ന് ഇതും ഈ റയോൺ പോലെ ഇരിക്കണം. അടിപൊളി മെറ്റീരിയൽ കേട്ടോ. നല്ല തളുതളൂന്നുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ പണ്ട് ഇങ്ങനത്തെ ഒരു മോശമായുള്ള ഏതെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ബ്ലൂ. അതെ ശരിയാ. വേണ്ട ഡിസൈൻ ഇങ്ങനെ താഴെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇങ്ങനെ കേട്ടോ. നല്ല സെറ്റ്. ഇതിൻ്റെ മോശമായ ഉണ്ടപ്പോൾ തോന്നി. ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ താഴെ വർക്കുണ്ട് കേട്ടോ. ബോട്ടത്തിൻ്റെ താഴെ വർക്കുണ്ട്. ചുറ്റും എലാസ്റ്റിക്കുള്ള ബോട്ടമാണ്. പാരലൽ ബോട്ടം കേട്ടോ. 1300 ഷോളില്ലോ. 139. മീഡിയം തുടങ്ങി 3XL വരെയുണ്ട്. നല്ല സെറ്റാട്ടോ. ഇതൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ്. ഇപ്പോഴത്തെ പാറ്റേണുകളാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഇട്ട് കണ്ടിട്ട് ഇപ്പം ഓർഡിനറി ഇടുമ്പോൾ ഏതാണ്ട് പോലെ കാണുമ്പോൾ. ഞാൻ എന്തിടാത്തെന്ന് ചോദിക്കരുത് കേട്ടോ. ഞാൻ ചുരിദാർ സെറ്റ് എനിക്ക് ഭാവിയിൽ നാളെ കുർത്തയാനിട്ടത് അവരെന്നെ ടൂർ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. കൂടെ ഉള്ളവർ ഷോളൊക്കെ ഇട്ട് വന്നു. പിന്നെ ജീൻസും ടോപ്പ് ഇട്ടില്ലെങ്കിൽ എന്നെ ടൂർ കൊണ്ടുപോകില്ല. അവർ കൂടെയും കൂടുതലാന്ന് എന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ നിവൃത്തിയിലാണ്ടിട്ടത്. അല്ലാണ്ട് എനിക്ക് ആ ജീൻസും ടോപ്പും ഇഷ്ടമല്ല. എനിക്ക് ഫ്രോക്കുകൾ ഇഷ്ടം.
ഇതൊക്കെ ഇങ്ങനെ ഇടുന്ന ഇഷ്ടമാണ്. പാൻറ് ഇടരുത് കേട്ടോ, അല്ലാണ്ട് ഇടാൻ ഇഷ്ടം. എൻ്റെ ഇഷ്ടം ചുരിദാറും ഫ്രോക്കും ഇഷ്ടം. ഇത് റയോൺ ഈ കോളറേ. ഇത് പാനൽ കട്ടിങ് കേട്ടോ. അതേ പാനൽ കട്ടിങ്, അതേ നിറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അടിയിലത്തെ തടം കണ്ടോ, അതേ സൂപ്പറായിട്ട്. എൻ്റെ അമ്മേ, പാനൽ കട്ടിങ് ആണ്. ബോട്ട ചെയ്ത് എത്ര? 1990 രൂപയുള്ളൂ. 1090. മീഡിയം ലൈനിങ് ഇല്ല കേട്ടോ, മീഡിയം തൊട്ട് XXL വരെ. ഇത് പാനൽ കട്ടിങ് ആട്ടോ, നല്ല ഫ്ലെയർ. ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. റയോണിൻ്റെ കൂടിയ തുണിയാട്ടോ, നല്ല സുഖമുള്ള തുണിയാണ്. എല്ലാവർക്കും ഇങ്ങനെ ചേർന്ന് കിടക്കും, ഇട്ടാലും ഭയങ്കര സുഖമാണ്. എല്ലാവർക്കും ഇങ്ങനത്തെ എടുക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് പാനൽ എന്തോരം തട അടിയിൽ. അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡ് കൂടിയുണ്ട്. സഫയർ ഗ്രീൻ്റെ അടിപൊളി. ഇതുപോലെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കണമെങ്കിൽ ഈ ടോപ്പ് തന്നെ തയ്യക്കോല് തന്നെ 500 രൂപ കൊടുത്താലല്ലേ ഇങ്ങനെ തയ്ക്കുള്ളൂ, അല്ലെങ്കിൽ 450 ഓർത്ത് കൊടുക്കും. ഈ ഷോള് നല്ലതാട്ടോ, പോവോ ഇല്ല. 250 അല്ലേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ചിലവുള്ള ഷോളാട്ടോ. എനിക്കിതിൻ്റെ പച്ചയുണ്ട്, റോസ് സിൽക്കിൻ്റെ ചുരിദാർ നല്ലതാണ്. ഞാൻ പിന്നെ കഴിവില്ല പിടിക്കില്ലായിട്ടാണ് എന്നാന്ന് പറയാൻ പോള, ഒരു കുഴപ്പമില്ല. അടിപൊളി ഷോളുകളാണ്. എനിക്കില്ലാത്ത കളേഴ്സ് നോക്കിയെടുത്തു. 2 കെട്ടെടുത്തു, 2 ചാർട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചോ. ബേജ് കളറ്, ചെറുപയർ പച്ച, ബ്രൗൺ, ലൈറ്റ് പീച്ച്, ഗ്രീൻ, ലൈലാക്ക്, ചാമ്പങ്ങ പീച്ച്, ആഷ്. കോളർ ഒന്നും വേണ്ടാത്തവർക്ക് ഇതും റയോണിൻ്റെ മോഡലാട്ടോ. തെളുതെളൂന്നുള്ള തുണിയാട്ടോ. അതേ കണ്ടോ, നല്ല രസം. നല്ല രൂപം ഫോട്ടോ ഷോളും ഒക്കെ ഉണ്ടോ. ഇത് ഷോളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മെറ്റീരിയല്. അടിപൊളി ഷോളൊക്കെ ആലോ. നല്ല ഇത് നിങ്ങളില്ലേ അടുത്ത ഷോളിൻ്റെ തൂക്കി. ഷോളിന് നീളം കുറവാട്ടോ. നീളമുണ്ടോ? നീളം എല്ലാത്തിനും കണക്കാം. ചുമ്മാ ക്രോസ് ചെയ്തൊക്കെ ഇടാനായിട്ടുള്ളൂ. കോട്ടൺ റേറ്റ് എത്രയാ? 1399. മീഡിയം തൊട്ട് XXL സ്റ്റോളായിട്ട് അവർ ഇങ്ങനെ വെച്ചേക്കണം. 10 എന്നുള്ള തുണിയാണ്. ഷോളില്ലേലും കുഴപ്പമില്ല, അങ്ങനെ സ്റ്റോളായിട്ട് ചുമ്മാ ക്രോസ് ചെയ്ത് അങ്ങനെയൊക്കെ ഇടാനേ പറ്റുള്ളൂ. 1399. ഈ ഒരു കളറുള്ളൂ. നല്ല തുണിയാട്ടോ. നമ്മൾ പണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ ഈ ഷോള്. ഓർഗൻസയിൽ പെയിൻറ്റിങ് സോഫ്റ്റായിട്ട് ചേർന്ന് നടക്കുന്ന ഓർഗൻസ ആട്ടോ. 499. അടിപൊളി ഷോളാട്ടോ. ഗ്രാൻഡ് ഷോൾ. ഇതില്ലാത്തവരൊക്കെ എടുത്തോ, ഒരു കുഴപ്പമില്ല. എനിക്കിതുമുണ്ട്. ഒരു ടെസ്റ്ററിൻ്റെ നീല ചുരിദാറിന് ഓറഞ്ച് കളറത്. അതൊന്നും ആ ചുരിദാർ ഇറങ്ങൂല അടി വെച്ചിട്ട്. വണ്ണം കുറയണം. ഈ തിരക്കൊന്നും കഴിഞ്ഞിട്ട് വേണം ഹെൽത്ത് ക്ലബിലൊക്കെ പോകാൻ. കഥക്കണൊക്കെ ഉണ്ട്.
എന്നും പറയും. ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയി ഒരു ഷൂ മേടിച്ച് 2500 രൂപ പൈസ കൊടുത്ത ഒരു ദിവസം പോയി. യേശപ്പ ചിരിക്കാൻ പറ്റൂല. ഇനി അടുത്തതിലേക്ക് പോകാത്ത കുഴപ്പമുള്ളൂ. എൻ്റെ കാശ് തീറ്റ കുറയ്ക്കാണ്ട് വണ്ണം കുറയുമോ? ഈ പ്രായത്തിൽ എന്നാ തീറ്റ കുറയ്ക്കാനെന്നുണ്ട്. ഹെൽത്ത് ക്ലബ്ബിൽ പോയി ഒന്ന് ചാടുകയും മുറിയുകയൊക്കെ ചെയ്താൽ ഈച്ച അടിപൊളി ഷോളിൻ്റെ കളേഴ്സ് അല്ലേ? കോഫി ബ്രൗൺ. ഫേബ്രിക് പെയിൻറ്റിങ് അറിയാവോ? എനിക്കിത് ലയിപ്പിച്ച് മനുഷ്യനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സാരിയിൽ ഡാൻസ് കളിക്കണ പെണ്ണിനെയൊക്കെ. പെയിൻറ്റിങ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ വിചാരം ഞാൻ രാജാരവിവർമ്മയാണ് പെയിൻറ്റ് ചെയ്യാൻ ബ്രഷ് പിടിക്കുമ്പോൾ. ചില ഇടത്തേക്ക് നമ്മൾ വലിയ ആളായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കും ഇങ്ങനെയൊക്കെ. ബ്ലൂ രാജാരവിവർമ്മയുടെ പെയിൻറ്റിങ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ പടം എല്ലാം മേടിച്ച് വയ്ക്കുമായിരുന്നു ഞാൻ. 100 രൂപ പെയിൻറ്റിങ്ങിൻ്റെ ആ പടം മേടിച്ച് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കും. സഫയർ ഗ്രീൻ ഭയങ്കര ക്രൈസാണ് രാജാരവിവർമ്മയോട്. എനിക്ക് ഈ മോഡേൺ ആർട്ട് ഇഷ്ടമല്ല. തലയൊരെടുത്ത് കാലൊരെടുത്ത് കൈയൊരെടുത്ത് മനസ്സിലാകുന്ന രീതിയിൽ ഇതല്ലെങ്കിൽ അതെന്നാ മനസ്സിലാക്കാനാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലോ. ഇത് ടോപ്പ്. ഇത് ഈ മെറ്റീരിയൽ ഇങ്ങനത്തെ ആട്ടോ, ഒരു സോഫ്റ്റ് മെറ്റീരിയൽ, കോട്ടൺ അല്ല, പ്യുവർ കോട്ടൺ ആയിരിക്കില്ല, പക്ഷെ ഇത് ഇങ്ങനെ നല്ല രസമുണ്ട്. 550 രൂപയുള്ളേ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ. ലൈനിങ്ങും ഉണ്ട് കേട്ടോ. 550 രൂപയുള്ളൂ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. ഇവരുടെ എല്ലാ കുർത്തയ്ക്കുവേ പോക്കറ്റ് ഉണ്ടെന്നോ? ഇല്ല, ഇതിന് പോക്കറ്റ് ഇല്ലേ? ഒരു മിനിറ്റ്, ഇല്ല അല്ലേ? ഇതിന് പോക്കറ്റില്ല. പോക്കറ്റല്ലേ? അല്ല, ചിലതിനും മിക്കതിനും പോക്കറ്റുണ്ട്. നോക്കിയിട്ട് പറയാം. 550 രൂപയുള്ളൂ കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ. പ്യുവർ കോട്ടൺ. കൈക്ക് ലൈനിങ് ഇല്ല, ഉടലിന് ലൈനിങ് ഉണ്ട്. കഴുത്തിങ്ങനെ 599. 599 പ്യുവർ കോട്ടൺ ആട്ടോ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ പ്യുവർ കോട്ടൺ ആണ്. ലൈനിങ് ഉള്ളത് ചിലർക്ക് വലിയ ഇഷ്ടം. പണ്ടത്തെ 599. ഇത് നമ്മൾ കാന്താക്കോട്ടൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല, നല്ല എൻക്വയറി ഉള്ളത്. ഇട്ടാലും നല്ല രസമുള്ളതാണ് കേട്ടോ. 500. ഇതിനും 599 കേട്ടോ. ഒറിജിനൽ കോട്ടൺ ആട്ടോ. ഇതൊക്കെ നമ്മൾ 699 കിട്ടുക അല്ലേ? 700 അല്ലേ? കോമ്പറ്റീഷൻ വർദ്ധിക്കുമ്പം വില കുറയണമായിരിക്കും. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ അടിപൊളി. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. അപ്പോൾ ഇന്ന് ഏതാണ്ട് ഒരു വർത്താനം ഞാൻ പറയണമെന്ന് ഓർത്തുകൊണ്ടിരുന്നാണല്ലോ. നിങ്ങളോട് ഇത് വീഡിയോ ആദ്യം പറയാമായിരുന്നു. ഇത് കഴിയുമ്പോൾ വർത്താനം പറയാമെന്ന് മറന്നുപോയല്ലോ. അടുത്ത തവണ മുതൽ വർത്താനം പറയാം കേട്ടോ. നമുക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ ഇടയ്ക്ക് വർത്താനം പറയാൻ അവർ സമ്മതിക്കില്ല. ഇന്ന് എന്തോ അത്യാവശ്യ കാര്യം, യുദ്ധം തീർന്നതിന് ദൈവത്തെ സ്തുതിക്കാതെ ആദ്യം പറയണമെന്ന് ഓർത്താം. യേശപ്പ യുദ്ധം വരിക എന്ന് പറയുമ്പോഴൊക്കെ വലിയ സങ്കടമായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ യുദ്ധം തീർന്നു. നമ്മുടെ പ്രാർത്ഥന എല്ലാം ദൈവം കേൾക്കുമെന്ന് അറിയാൻ പറ്റിയില്ലേ? യേശപ്പ സ്തോത്രം. ഞാൻ അടുത്ത ആഴ്ച പറയാട്ടെ. ഞാൻ എന്തോ ഓർത്തുകൊണ്ടിരുന്ന മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.